വേണ്ട ഏട്ടാ, എനിക്ക് അവനെ ഇനി അങ്ങനെ കാണാൻ പറ്റുകയില്ല. എൻ്റെ മനസ്സിൽ അവൻ്റെ ഒരു മുഖമുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനെ വിഷമിക്കില്ല അനിതേ. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മോന് വട്ടണ്ട? ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു? ഏത് കടയിൽ നിന്ന് കറണ്ട് കടന്ന് മേടിച്ച് ആ നാരുടെ കടകളിൽ മൊത്തം മുഴുവാ. അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. സാരല്ല, ചെല്ല്. കണ്ടിട്ട് വരാം. കൊച്ചിനൊന്നും കൊണ്ടുവരാതെ വന്നെന്താ? കൊണ്ടുവരാം. ഇനി വരുമ്പോ ആട്ടെ. അമ്മച്ചി ഒരാപ്പിളും കൂടി തരട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട, റെസ്റ്റ് ചെയ്തോട്ടെ. ഇറങ്ങാം. ഇതാരാ? സൂചേട്ടാ, നിങ്ങളിങ്ങനെ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. എടാ, ഞാനൊന്നും ഇല്ലടാ പുറത്തോട്ട്. ആൾക്കാരൊക്കെ ഒരുമാതിരി നോട്ടവും വർത്താനവും ഒക്കെയാണ്. വയ്യടാ, നീ പോക്കോ, ഞാനില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി പഴയ പോലെ എല്ലാവരോടും ഇടപഴകുമ്പോൾ ഇതെല്ലാം നോർമലാവും. ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് റെഡിയാവും. ഞാൻ താഴേക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ബുള്ളറ്റും കൊടുത്തുണ്ടോ? ഞാൻ താഴെ കണ്ട് റെഡിയായിട്ട് പറഞ്ഞേ. ആ, അമ്മ, അമ്മക്ക് തോന്നണ്ട എനിക്ക് ഭ്രാന്തുണ്ടെന്ന്? പറഞ്ഞ എന്റെ പൊന്നു മോനെ, നിനക്കൊന്നുമില്ല. അമ്മക്കറിയാം അമ്മയുടെ പൊന്നു മോനെ ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. അമ്മ രാജപ്പൻ വൈദ്യനോട് പറഞ്ഞിട്ടുണ്ട് കിഴി പിടിക്കാൻ. അത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും മോനെ. രാജവൈദ്യരെ കിണ്ടി നിങ്ങളുടെ കെട്ടിടം കൊടുക്ക് സുജിത് കുമാറിന്. നീ ഏതായിരുന്നു? ഞാനിവിടെ പറമ്പിൽ പണിക്ക് വന്നതാ. പിന്നെ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ പങ്കെടുത്തോ? ആയിക്കോട്ടെ. എന്നിട്ട് പറമ്പിലെ പണി തീർന്നായിരുന്നു കേട്ടോ. ഓ, ഇനിയിപ്പോ ഈ മൂടിൽ എങ്ങനെയാ? എന്താണ്? ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഇപ്പൊ വെളി പോണ്ട, വെയില് മുത്ത് വരിക. എന്നാലും കൊട എടുത്തിട്ട് പോ. എടിയാ കൊട എടുത്തേ. ആ, തണല് പറ്റിപ്പോക്കോ. എടാ പാച്ച, ഈ വഴി വരണ്ടായിരുന്നടാ. മറ്റേ കനാൽ റോഡ് വഴി പോയാൽ മതിയായിരുന്നു. ഇവിടെ ഈ പണിയും കൂലില്ലാത്തമാർ റോഡിലിരുന്ന് ഒരു വക നോട്ടോടാ. ഇതേ കണ്ട ചേച്ചി നമ്മളെ നോക്കി. നമ്മളേതാണ്ട് തുണിയിലാണ്ട് വന്നോട്ടാണ്. സൂചേട്ടാ, നിങ്ങൾ അവരെ നോട്ടമൊക്കെ കണ്ടിട്ട് ചുമ്മാ മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിക്കല്ലേ. ആകെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മനസ്സിന്റെ പ്രതീക്ഷ കൈവിടല്ലേ സൂചേട്ടാ. നിങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് കോംപ്ലിക്കേറ്റ്. ആ, കുഞ്ഞു സിമ കൂട്ടാ. എങ്ങോട്ടാ? ഞാനും സൂചേട്ടും കൂടാ. സൂചേട്ടൻ, നീ കടയിലേക്കോ? ഞാൻ ബുള്ളറ്റായിട്ട് വരാം. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിക്കാം. സൂചേട്ടാ, ഇതെന്ത് വസ്തു? എടാ, ആൾക്കാരൊക്കെ നോക്കണം, മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതോ. മനസ്സിലാവണല്ലോ. നീ എന്താടാ ഞായറാഴ്ച ആയിട്ട് കടയൊക്കെ തുറന്നിരിക്കണത്? ഓർമ്മയൊക്കെ പോയാ? കുറച്ചാൾ കട അടച്ചിട്ടേക്കല്ലായിരുന്നോ? ഒന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. എടാ, നിനക്ക് വയ്യാണ്ടിരിക്കല്ലേ? ആ പണിക്കാരനെ കൊണ്ട് ചെയ്യിച്ചൂടെ? എടോ, തനിക്ക് ഞായറാഴ്ച എവിടെയെങ്കിലും പോയി കവട്ടടിച്ച് കിടന്നാ പോരെ? ആ, അതിന് തന്നെ പോണു. മരം പോലെ വല്ലങ്ങളിലല്ല. ഒന്നും മിണ്ടണ സൂചേട്ടാ. എന്തി എന്താ ഞങ്ങളെ വിളിക്കായിരുന്നു? മനസ്സിലാക്കിയില്ലോടാ നീ ഞങ്ങളെ. ഈ നാട്ടുകാർ നിന്റെ പറയാൻ ഞങ്ങൾ വിചാരിച്ചോ? ഞങ്ങളുണ്ടോ നിന്റെ കൂടെ? വിശ്വാസമല്ലേ? എന്താ
ഓടാ, ഞാൻ ഒറ്റക്കല്ലടാ, എനിക്ക് മനസ്സിലായത്. ഇതെന്താടാ ഇത്? കുടിച്ചോടാ, പറ്റിപ്പ കടിച്ചാ മതി. ഇതെന്തട്? പച്ചവെള്ളോ? നീ മരുന്നൊക്കെ ഇങ്ങനെയല്ലേ, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാലോ? എന്ത് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ. സുഖമില്ലാണ്ടിരിക്കല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എടാ നീയൊക്കെ എന്നെ രോഗിനെ പോലെയാണ് കണ്ടേക്കണത്. എടാ എനിക്കൊരു കുഴപ്പമില്ലടാ. പിന്നെ നീ തവിട് കുടിക്കാനാണ് പ്രാന്താശുപത്രി പോയി കിടന്ന്? അതെ, സൂചിച്ചേട്ടൻ ഒരു ലോൺ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാ. ഒരു ലോണിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ചുമ്മാ നുണറല്ലേ? എടാ സത്യമായിട്ടും നാളെ ഞങ്ങൾ അപ്ലൈ ചെയ്യും. പാച്ച, ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീ അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിന് നല്ല പാച്ചൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചിച്ചേട്ടം സൂചിച്ചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ, സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണൂലും കിട്ടൂല. കിട്ടും സൂചിച്ചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചിച്ചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം വരാം, പിന്നെന്താ? സൂചിച്ചേട്ടാ വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ, സുമയ്ക്ക് എന്തോ പറയണമെന്ന്. എടാ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണേ, ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണാതിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ സൂചേട്ടാ? തിരിഞ്ഞ മലന്ന തലൂത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തെ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്. സൂചിച്ചേട്ടം നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ലെന്ന്, എന്നിട്ട് ഇപ്പൊ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് അങ്ങനെ പറഞ്ഞേ? ആരും കിട്ടില്ലെങ്കിൽ പെങ്ങളെ കെട്ടാനിട്ടെ സുഗുന് ശരിക്കും എടാ കപ്പ പറിക്കാൻ പോയതുകൊണ്ടാ ചേട്ടായി വരാത്തെ. എന്തുട്ട് അയാളോട് എന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ വല്ല പ്രസവിച്ചെടുക്കാനോടാ? എന്റെ പൊന്നോ, ഇളകിന്നാ തോന്നണേ ഇവന്. കുഞ്ഞി, ഞാൻ കേട്ടിട്ടാ, ഞാൻ കേട്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കാതെ പറഞ്ഞു വിടറി. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ, എന്തൊന്നും ആടി. അതെ ഇങ്ങോട്ടോ. ആ അവിടെ നിന്നോട്ടെ. ഓക്കെ. എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചിച്ചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചിച്ചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചിച്ചേട്ടനെ കെട്ടിയാനെ.
എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതോ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. പക്ഷെ എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഒന്ന് പോയടാ അവിടെ. അമ്മച്ചി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാത്തി ഭാഗത്തിന്റെ കണ്ണൂത്തി കയറണോ? കുത്തിക്കീഴല്ലടാ ലേസറാ. മോനെ, ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചേക്ക് പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ അതൊന്നും പറഞ്ഞു അവനെ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി, അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. ലേസറാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കുത്തിക്കീഴോടാ. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എൻ്റെ വണ്ടി 2 ദിവസമായിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാ കൊടുത്തുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും 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 കുഞ്ഞായി വണ്ടി എന്തുകൊണ്ടാ നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്കെല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാവനോട് ആദ്യം, എന്നിട്ടുണ്ടാക്കുക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ വീട്. എടാ ഇവിടെ എന്തോ പരിപാടിയൊക്കെ കിടക്കണ്ടല്ലോ. ഇതേ പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തെങ്ങനെ വേണം? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളെ കല്യാണം. അവളുടെ വീട്ടിലാണ് കല്യാണം. എടാ കോപ്പ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനൗട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കൊണവളാണ്ട് വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ പോരാ. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ല ഉള്ള. എടാ നിനക്ക് 4 കിട്ടണോടെ, എന്നാലും നീ പട്ടിക്കോളും. രാവിന്റെ കാവൽക്കാരനാ മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ. അനീഷ ആധാരാ? നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടെ. എന്നാ ഞാൻ കുഞ്ഞാടെ വേണ്ട. ഞങ്ങൾ അവൻ വേറെ വഴി ഒളിച്ചോടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടുന്ന എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. എല്ലാ കാര്യം നിങ്ങൾ പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് അറിയണ്ട. അതെല്ലേ മാറിയേ. ചേട്ടാ വരുന്നവർക്ക് ഞാൻ ആരോട് ഒളിച്ചോടുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആരുടെ ഇടല്ലോ. ഇതെന്താണ് എന്തൊരു കഷ്ടം. വേഗം കയറുന്നു. മര്യാദക്ക് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചോണ്ട് നാട്ടുകാരൊക്കെ ഓടിക്കട്ടെ. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് പൊത്തോ. അവരൊക്കെ പോയേട്ടാ. കൈയെടുത്ത്. ചേട്ടന്റെ മാനസികാരോഗ്യമൊക്കെ ഓക്കെ ആയാ? നിന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ. നീ അവനെ പിടിച്ച് എങ്ങടച്ച് പോക്കോ. ഞാൻ പോവേണു. ഇനി രാത്രിയിൽ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവാൻ പോകണോ? ഞാൻ പോവേണു. ഒറ്റക്കാക്കിട്ട് പൊക്കോ. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കൊല്ലട്ടെ. ഇനി ആരും കൊന്നില്ലെങ്കിലേ ഞാൻ നടുക്കോട്ടേക്കുന്നോ. വെളുപ്പിനെ 4 മണിക്ക് ഒരു ബസ് വരും. അതിന് ഫ്രണ്ടിൽ കയറി ചാവ്. എനിക്കെന്താണ് ഞാൻ നിങ്ങളോട് ഇറങ്ങിയിട്ട് എല്ലാവരും കണ്ടാണ്. എനിക്കിത് പറ്റിയ നിങ്ങൾ തൂങ്ങും. ഒന്ന് വാങ്ങ.
ഞാൻ ഒരു സ്ത്രീ നമ്മളൊന്നുമില്ല. ഞാൻ ക്യാഷിലായിട്ട് പിടിച്ചാൽ വീഴാതിരിക്കാൻ. മനസ്സിലാവൂല. ഇതാണോ ചേട്ടൻ വീട്? ഇവിടെ ആരൊക്കെയുണ്ട്? അമ്മ അമ്മൂമ്മ സുജിത്കുമാർ. സുജിത്കുമാർ അനിയനാ? സുജിത്കുമാർ എല്ലാരും അവിടെ പോയി. അവരൊക്കെ തിമിരത്തിന്റെ ഓപ്പറേഷനും. എല്ലാവർക്കും തിമിരോ? അല്ല അമ്മൂമ്മക്ക്. ചേട്ടൻ എന്താ പോഞ്ഞേ? പോയാ മതിയായിരുന്നു. ചേട്ടാ എനിക്ക് ഡ്രസ് ഒന്ന് മാറണമായിരുന്നു. കുഞ്ഞായി വരുത്തിക്കോർത്ത് നിന്റെ വീട്ടുകാർ തന്നെ ചെയ്താ. അല്ലെങ്കിൽ അവൻ രണ്ടെണ്ണം കിട്ടട്ടെ. അരിയുണ്ടോ ചേട്ടാ? ഇവിടെ കടിച്ചപ്പെടുന്നല്ല കഴിക്കാണ്ടോ? നിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു? നമുക്ക് വഴി കുഞ്ഞാരോട്ടി പോയാൽ മതിയായിരുന്നു. പോയാലാ? എന്റെ വീട്ടിൽ നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് വരായിരുന്നല്ലേ? എന്നാലേ എനിക്കൊരു കിടിലം തട്ടേട സ്പോട്ട് അറിയാം. നമുക്കൊരു നൈറ്റ് റൈഡ് പിടിച്ചാലോ ബുള്ളറ്റില്? ബുള്ളറ്റ് നിന്റെ കുഞ്ഞായി വന്ന് കുഞ്ഞായി വന്ന് കുഞ്ഞായി കുമ സുമ കുമ സുമ എന്ത് ആ സമയത്ത് സൂചേട്ടന് ഫുഡ് തരാൻ വേണ്ടി വന്നേ. ഇട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലെന്ന്. പിന്നെ എന്തിനാ നീ ഓടിക്കറി ആ സമയത്ത് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ അമ്മ തരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നയാ. അല്ലാണ്ട് എനിക്ക് ഉറക്കൊളിച്ചിരിക്കാൻ മട്ടൊന്നുമില്ല. ഞാൻ കഴിച്ചാ. ഇത് എന്ത് ഡ്രസ്സാ സൂചേട്ടാ? സൂചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടാ? രണ്ട് ശബ്ദത്തില്. ഞാൻ മോണാക്ട് കളിച്ചോണ്ടിരിക്കരുത്. എന്ത് എന്നിട്ട് സ്കൂളിലൊന്നും മോണാക്ട് കളിക്കണ കണ്ടിട്ടില്ല ഞാൻ. ആര് പറഞ്ഞു? ഞാനാമേ സുഗു സുജിത് കുമാർ. എന്തിനാമോ വന്നേ? ഞാൻ അമ്മേനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ വേറെ സാധനമുണ്ട്. ഹരിതേ ഹരിതേ എന്റെ ദേഹം മൊത്തം ചുട്ടു പൊള്ളു. വേറെ സാധനം പോയോട്. ഇങ്ങോട്ട് തന്നേക്ക്. പോ, അമ്മ പറഞ്ഞല്ലേ പോയിക്കോ. സൂചേട്ടൻ പുതിയ സ്പ്രേ മേടിച്ചാ? സൂചേട്ടൻ സ്പ്രേ അടിക്കാറില്ലല്ലോ. നാട്ടോത്ത് ആരോണ്ട് അടിച്ചിറങ്ങിയാണല്ലേ? ലൈനാണോ? അല്ല, വൺ സൈഡ് ആയിരിക്കും അല്ലേ? എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് ഇഷ്ടമല്ല. നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. പെങ്ങളെ പോലെ. ഓ പോലെ. കപ്പ സുമുഖന്റെ കല്യാണം ക്ഷണം ഉണ്ടായിരുന്നോ? ഈ അപ്പനൊരു കാര്യം നാട് മൊത്തം ക്ഷണിച്ചു. സൂചേട്ടനെ ക്ഷണിച്ചില്ല? സുചേട്ടോ ചേട്ടോ ക്ഷണിച്ചില്ലോ? അയ്യോ പാവം, ക്ഷണിച്ചില്ലായിരിക്കും. ഹലോ കുഞ്ഞായി. എന്റെ പൊന്നു സുഖു, ഞാനവിടെ ഏണി വെച്ച് കയറി ചെന്നപ്പോ അവള് പറയാ വാ ഒളിച്ചോടാന്ന്. ഞാൻ വരണ്ടു പോയി. ഞാനപ്പോ തന്നെ മാർഗം നിർത്തിയാടി ചാടിയാ. തല ഇറങ്ങി താഴെ ഒന്നൊരു കസേര കയറുമ്പോഴേക്കും ആൾക്കാർ കൂടെ കൂടി. അവർ വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ഉള്ള ആളാന്ന്. ഞാൻ പിന്നെ അവരുടെ കൂടെ അവിടുത്തെ പറമ്പും വീടും വഴിയൊക്കെ സെർച്ച് ചെയ്ത് ദേ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാ. എടാ അവൾ എന്റെ ഒപ്പം. എവിടെ? എടാ എന്റെ വീട്ടില്. നീ പെട്ടെന്ന് അവൾ വിളിച്ചോണ്ട് പോട്ടാ. എനിക്കൊന്നും വേണ്ട. നിന്നോടാണ് അവളെ വിളിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത്. എടാ അവള് നിന്റെ പൊളിച്ചോടെന്ന് പറഞ്ഞ് എന്റെ വണ്ടി കരുത്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഞാൻ വീട്ടിലോട്ട് വിളിച്ചോണ്ടോന്ന്. എടാ നിനക്ക് അറിയാറുന്നല്ലോ എനിക്ക് അവളെ കെട്ടാറുണ്ടായിരുന്നില്ലെന്ന്. എന്തിനാണ് അവളെ വിളിച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് പോയത്? നീ അവളെ അങ്ങോട്ട് കെട്ട്. എടാ പോടാ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായ. നീ ഇവിടെ കയറിയിരിക്കണം. ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. നിന്നോടാരും ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞത്? സാരമില്ല, പോട്ടെ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചാലും
ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ചേട്ടൻ ചാറ്റൽ മഴയും ചക്ക വറുത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, മഷിത്തണ്ട് മാങ്ങാക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിക്കൂ പ്ലീസ്. ഞാൻ കുട്ടിയുടെ ജീവിതത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലിസൺ. ഓക്കെ. കുഞ്ഞായിനെ നീ അനീഷിനെ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിലും അവൻ നിന്നെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രണയം അഭിനയിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ വിളിച്ചപ്പേ അവൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന്. എന്ത് ചെയ്യും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? മനുഷ്യണ്ടാക്കണ നശിച്ച സമൂഹം. അല്ലപ്പോ അവനാ നിങ്ങളുടെ പ്രണയം പോയാ പോട്ടെ, കുഴപ്പമില്ല. പോയാ പോട്ടേന്നാ? പിന്നെ നീ എന്ത് കാര്യത്തിന് എന്റെ വണ്ടി കയറി എഴുതലൊന്ന്